പക്ഷെ ഞാൻ ആലോചിക്കുന്നതേ ആ അമ്മയ്ക്ക് പോലും മനസ്സിലായി ഇതൊരു ഗെയിമാണ്, അത് മറ്റുള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമാണ്. മേ ബി എനിക്കറിയില്ല. പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊന്നും തിരിച്ച് ഇപ്പം ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർക്ക് എന്നോട് ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയോ ഇത് തിരിച്ച് കാണൂല കേട്ടോ. തിരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആർക്കും അവിടെ എല്ലാവർക്കും ഗെയിമിൻ്റെയും അവരവരുടെ കരിയർ ബിൽഡ് ചെയ്യുക, അവരുടെ ഇമേജ് മാറ്റുക എന്നത് മാത്രമാണ് ചിന്ത. എന്നെ സംബന്ധിച്ച് ഞാൻ ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മനസ്സിലായി. ഞാനല്ലാതെ എൻ്റെ ഇമേജിനല്ല കൊടുക്കുന്നത്. ഇമേജ് മാറ്റാനായിട്ട് അങ്ങനെയല്ല, ഞാൻ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് കൊടുത്തു. ഇപ്പോൾ അനുവായിട്ട് തന്നെ ഞാനും അനുവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കുറിച്ച് വലിയൊരു ആരോപണം അവിടെ ആദ്യം ഉന്നയിച്ചത് അനുമോളാണ് ഇല്ലേ. എന്നിട്ട് ഞാനും അനുമോളും ഫൈറ്റ് ഉണ്ടാവുകയും അനുമോളോട് ഞാൻ പറയാം, അനു അതൊക്കെ അവിടെ കഴിഞ്ഞു. അനുമോളോട് എത്ര തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാലും അതിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും കുറേ കാര്യങ്ങൾ. എല്ലായ്പ്പോഴും ആദ്യം തെറ്റ് സമ്മതിക്കണം. അതെ, ഞാൻ ചെയ്ത തെറ്റാണ്. ഒരു തവണ മാത്രമാണ് അനുമോള്, ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ ഫാൻസ് മൊത്തം ഇതിൻ്റെ വീഡിയോ താഴെ തെറിവിളിയായിരിക്കും. സ്വാഭാവികം, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു തവണ മാത്രമാണ് അനുമോളുടെ വായിൽ നിന്ന് അറിയാതൊരു വാക്ക് വീണു. നീ കാരണം കണ്ടു കാണുള്ളൂ, നീ കാരണം അല്ലേടാ പെങ്കുച്ച എവിക്റ്റായി പോയെന്നൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അനുമോൾ വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ എന്തിനാ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഒരു അനുമോൾ വന്ന് എൻ്റെ കാലിലൊക്കെ വീണിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതെനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്നുള്ള സാധനം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ, മറ്റത് മാത്രമാണ് ഏറിപ്പോയെങ്കിൽ വീണ്ടും ഞാൻ മോശക്കാരനായാണ് അവിടെ ഇല്ലേ. അത്രേ ഉള്ളൂ. ഇപ്പം തിരിച്ച് വന്നതിന് ശേഷം രണ്ടാമത് കയറിയതിനു ശേഷവും എനിക്കാരോടും വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഞാൻ വന്ന് കയറി എൻ്റെ അക്ബറിനെ ഹഗ് ചെയ്തു, ഞങ്ങളെ സന്തോഷം പങ്കിട്ടതിന് ശേഷം രണ്ടാമത് ആദ്യം ഞാൻ അടുത്തുനിന്ന് അനുമോളെടുത്താണ്. അനുമോളെ സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാനും അനുമോൾ ഒരുപാടധികം തമാശകളും കോമഡികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു വിഷയം ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നില്ല, അവരോട് സംസാരിച്ച വിൻസിയുടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നത്. വൈകുന്നേരം അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്, അവിടെ രാത്രി ഒരു സംസാരം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അതും പറഞ്ഞ് ക്ലാരിറ്റി വരുത്തി. നമ്മൾ അനുവിനോടും നമ്മൾ പറഞ്ഞു, അനു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊക്കെ കാരണം നമ്മൾ അറിയാതെ പോലും പറയുന്ന വാക്കുകൾക്ക് പുറത്ത് അനുഭവിക്കുന്ന അത്രമാത്രമാണ്. അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വിഷമമായിരിക്കും അവിടെ സംഭവിച്ചത്. അല്ലാതെ അനുവിനോടോ മസ്താനിയോടോ അവരോടോ ഇവരോടൊന്നും നമുക്ക് ആർക്കും തന്നെ തിരിച്ചു കയറി, എന്നെ സംബന്ധിച്ച് ആർക്കും വ്യക്തിവൈരാഗ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടാ, ഈ വൈഫാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം മസ്താനി അന്ന് അങ്ങനെ കാണിച്ചത് വിഷമമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മിണ്ടരുത്, കയറിപ്പോയാലും സംസാരിക്കരുതെന്നൊക്കെ. അപ്പോൾ ചേട്ടൻ റീ എൻട്രിക്ക് പോയി അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് അപ്പോൾ റെസ്പോണ്ട് ചെയ്തത്? അവർ നീ ചെയ്തത് നന്നായി എന്നാണോ പറഞ്ഞത്? അവരെല്ലാവരും പറഞ്ഞു, അതെന്തിനാ നീ അങ്ങനെ ക്ഷമ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം പക്ഷെ ഞാൻ, ചേട്ടൻ ഇപ്പം എന്താ തോന്നുന്നത്, അങ്ങനെ ക്ഷമിച്ചത് നന്നായി എന്നാണോ? അതോ? തീർച്ചയായും അതിൽ 1% പോലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. അത് വലിയ, അത് കാരണം അവർ ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ. എല്ലാവരും അവരെ പോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പം ഞാനൊരാൾ കാരണം ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അത് നന്നായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ആണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അവരുടെ ഒരു സ്പേസ് പിടിക്കാൻ വേണ്ടി വരുന്നൊരു സ്ത്രീയാണ്. അപ്പം അവർക്ക് കുറേ അധികം ഇമോഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മളെ പോലെയല്ല. അപ്പോൾ കുറച്ചൊരു നന്മ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. മനസ്സിലായി. ചേട്ടാ, പിന്നെ ഇപ്പം നമ്മൾ വിന്നറിനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ചർച്ച PR ജയിച്ചു അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനീഷായിരുന്നു ഡിസേർവിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇല്ല അനുമോളാണ്, അനുമോളുടെ ഫാമിലി ഓഡിയൻസ് ഒരുപാടുണ്ട്, ഞങ്ങൾ ഓഡിയൻസാണ് അനുമോളുടെ PR. പിന്നെ പല തരത്തിലുള്ള ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു ഈ ഒരു വിന്നർ ഫെയർ ആയിട്ട് ഫീൽ ചെയ്തോ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഗെയിം, അതായത് ടോപ്പ് 5 നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്
ഇപ്പം എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് എൻ്റെ അക്ബർ കപ്പെടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അക്ബറെ സംബന്ധിച്ച് അക്ബർ വേറെ കണ്ണിങ്ങാണ്. അക്ബർ ടാസ്കുകൾ നോക്കിക്കാണുന്ന രീതി, അഭിപ്രായങ്ങൾ പറയുന്ന രീതി, മുഖം നോക്കാതെ അഭിപ്രായങ്ങൾ പറയും, കള്ളം പറയില്ല, ഒരു വ്യക്തിനെയും ഒരു 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 എന്താ പറയുക ഒരു മോശമായ രീതിക്ക് ചിത്രീകരിക്കില്ല. അവൻ തമാശയ്ക്ക് കുറേ പാരഡി പാട്ടുകൾ പാടി എൻജോയ് ചെയ്യുമെന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പം അക്ബറാണെങ്കിലും പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ അതിനുശേഷം ടോപ്പ് 5 കഴിഞ്ഞു, രണ്ടുപേരായ സമയത്തും എനിക്കറിയാം കപ്പ് അനീഷിനാണ്. മനസ്സിലായി. ഞാൻ പറയുന്നത് ജനപിന്തുണയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റുകളുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായി. കാരണം അനീഷ് നല്ല കണ്ണിങ് കണ്ട് ഗെയിമറായിരുന്നു. അനീഷിൻ്റെ ടാസ്കുകൾ, അനീഷിൻ്റെ ഇമോഷൻസുകൾ, അനീഷ് സർവൈവൽ ചെയ്ത രീതികൾ, ഇതെല്ലാം മനുഷ്യത്വം, സ്നേഹം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് അനീഷിനായിരുന്നു ആ കപ്പ് കിട്ടേണ്ടത്. ഞാൻ ഒരു നേരം ആഗ്രഹിച്ചു. പക്ഷെ ജനപിന്തുണ നേരെ തിരിച്ചായിരുന്നു. ജനങ്ങളുടെ വോട്ടിംഗ് നേരെ തിരിഞ്ഞു, അനുമോൾക്ക് കിട്ടി. സോ അനുമോൾക്ക് കപ്പ് കിട്ടിയതിലും എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു വിഷമവും ഇല്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് ഗെയിമിനുള്ളിൽ നിൽക്കുമ്പോൾ അത് കിട്ടാൻ കുറച്ചും കൂടി അർഹൻ എനിക്ക് അനീഷാണെന്ന് എനിക്ക് തോന്നി പോയി. അതാണ്. ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചേട്ടനെ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് അനീഷായിട്ടൊക്കെ വലിയ വലിയ ഫൈറ്റുകൾ നടന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇപ്പൊ വന്ന് ഇങ്ങനെ പറയുന്നത് മേ ബി പല ആളുകൾ പല രീതിയിൽ ജഡ്ജ് ചെയ്യും. ഞാനത് രണ്ടാമത് കയറിയപ്പോഴേ ക്ലിയർ ചെയ്ത കാര്യമാണ്. ഞാൻ രണ്ടാമത് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള അനീഷാണ്. എൻ്റെ തുടക്കം മുതൽ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ഫൈറ്റിനെ പോയത് അനീഷിൻ്റെ അടുത്താണ്. എൻ്റെ പല സിറ്റുവേഷനുകളിലും ഞാൻ ഡൗൺ ആയിരിക്കുന്ന, എനിക്ക് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്ന പല നിമിഷങ്ങളിലും അനീഷ് എന്നെ സമാധാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അനീഷ് എൻ്റെ പുറകെ നടന്നിട്ട് അനീഷ് എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അനീഷ് എന്നെ കുറിച്ച് ഒരു അപരാധവും പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. അനീഷ് എന്നെ കുറിച്ച് ചെയ്യാത്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അനീഷിനെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പ്രശ്നക്കാരനാണെന്ന് കൂട്ടിക്കോ, ഞാൻ പ്രശ്നക്കാരനായിരിക്കാം. ഞാനൊരു തെറ്റ് കണ്ടാലും ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കും, സംസാരിക്കും, നീ അങ്ങനെ ചെയ്ത് പോടാ അതൊക്കെ പറയും. അതെല്ലാം പറഞ്ഞാലും എനിക്കറിയാം ഇവരൊക്കെ കറക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കുറേ ഒരുപക്ഷെ ഞാനും അനീഷുമായിട്ടുണ്ടാക്കിയ വഴക്കുകൾ മാത്രമേ നിങ്ങൾ കണ്ടു കാണുള്ളൂ. ഞാനും അനീഷുമായിട്ട് ഇരുന്ന് സംസാരിച്ച ഒരുപാടധികം സൗഹൃദപരമായിട്ടുള്ള വാക്കുകളുണ്ട്. അനീഷിൻ്റെ നോവലിനെ കുറിച്ചും ഞാൻ എഴുതാനിരിക്കുന്ന എൻ്റെ ഒരു കഥയെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ എപ്പിസോഡിലോ ലൈവിലോ വന്ന് കാണില്ല, അതായിരിക്കും നിങ്ങൾ കാണാത്തത്. തിരിച്ചു പോയതിന് ശേഷവും എനിക്ക് ഈ പറയുന്ന പോലെ അനീഷിനോട് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ്. അനീഷൻ പുറത്തിറങ്ങി, നിങ്ങൾ കണ്ടില്ല, ഞാൻ എല്ലാവരും പുറത്തിറങ്ങി, എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം അനീഷ് എന്നെ വിളിച്ചു, ശരത്ത് ഒരു മിനിറ്റ് തിരിച്ച് ഞാൻ വീണ്ടും അകത്ത് കയറിയിട്ട് അനീഷിനെ ഹഗ് ചെയ്തിട്ട് ഇറങ്ങിയത്. അത് കണ്ടു കാണുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ സമയം എടുക്കുമല്ലോ. ചില വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില വ്യക്തികളെ നമുക്ക് സമയം എടുത്ത് മനസ്സിലാവും. അത്രയും